നാമങ്ങളെ വിശേഷിപ്പിക്കുന്ന നാമവിശേഷണം, അതേപോലെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിനെയൊക്കെ വിശേഷിപ്പിക്കാൻ ക്രിയാവിശേഷണം. വിശേഷണത്തിന് പുറമെ അതിലൊരു വിശേഷണം കൂടെ വരുമ്പോൾ വിശേഷണ വിശേഷണം. ഇതാണ് ഭേദകത്തിന്റെ ആദ്യത്തെ 3 തരങ്ങൾ, അല്ലെങ്കിൽ 3 തരംതിരിക്കുമ്പോൾ ആദ്യം കാണുന്ന 3 ഗ്രൂപ്പിലെ 3 എണ്ണം ഇതാണ്. ക്ലിയർ ആണോ? നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം. ക്ലിയർ അല്ലേ? ഈ നാമവിശേഷണം എന്താന്ന് നമുക്ക് നോക്കാം. നാമത്തെ വിശേഷിപ്പിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ഭേദകം നാമവിശേഷണം എന്ന് പറയുന്നത് നാമത്തിന്റെ പ്രത്യേകത പറയാം. അപ്പോൾ ഇതിൽ ഉദാഹരണം നോക്കാം. ചുവന്ന പൂവ്. പൂവ് എന്നുള്ള നാമത്തിനെ ഏതുകൊണ്ടാണ് ഇവിടെ വിശേഷിപ്പിച്ചത്? അതിന്റെ ഒരു പ്രത്യേകത ചുവന്ന. ഇപ്പൊ പാല് ഏതാണ് ഇവിടെ കൊടുത്തത്? വെളുത്ത പാല്. അപ്പൊ പാല് എന്ന് വെറുതെ ആ നാമത്തെ എഴുതാതെ അതിന്റെ ഒരു പ്രത്യേകതയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗുണത്തെ, അതിന്റെ ഗുണം എന്താണ്? ഈ ചുവന്ന പൂവ് എന്നുള്ളത് പൂവ് എന്ന് മാത്രമാവുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ചുവന്ന എഴുതുമ്പോൾ അതിന്റെ ഗുണം എന്ന് പറയുന്നത് അതിന്റെ ചുവന്ന നിറം എന്നുള്ളതാണ്, അല്ലേ? അതേപോലെ വെളുത്ത പാല്, ഇതിന്റെ വെളുത്ത നിറം. പിന്നെ കറുത്ത വാനം എന്ന് നമ്മൾ പറയാറുണ്ട്. കറുത്ത വാനം എന്ന് പറഞ്ഞാൽ വാനത്തിന്റെ കറുത്ത നിറം അല്ലെങ്കിൽ കറുത്ത ആകാശം. അപ്പോ വെറും വാനം എന്ന ഒരു നാമം എഴുതാതെ അതിന്റെ കൂടെ കറുത്ത എന്ന് ചേർക്കുമ്പോ എന്ത് വന്നു? അതിനൊരു എന്ത് വന്നു? വിശേഷിപ്പിച്ചു, അല്ലെങ്കിൽ കൂടെ ചേർന്നു. കറുത്ത കാറ്, അല്ലെ? കാറ് എന്ന് നാമം ഒറ്റയ്ക്ക് എഴുതാതെ അതിന്റെ നിറം കൂടി സൂചിപ്പിച്ചെഴുതി. പിന്നെ അടുത്ത് നോക്കൂ, എന്താണ്? മഞ്ഞ തെച്ചി. വെറും തെച്ചി എന്ന് എഴുതാതെ അതിനെ സ്പെസിഫൈ ചെയ്ത് അതിന്റെ ഒരു പ്രത്യേക ഗുണത്തെ നമ്മൾ എഴുതിയപ്പോ ആണത് മഞ്ഞ തെച്ചി എന്ന് എഴുതുക. അപ്പൊ നാമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകതയ്ക്ക് ആവും ഇവിടെ പ്രാധാന്യം. ഇപ്പോ ഇതിൽ തന്നെ നമ്മളിപ്പോ ചുവന്ന പൂവെന്ന് മാറ്റി ഇവിടെ വലിയ പൂവെന്ന് എഴുതി കഴിഞ്ഞാലും എന്താണ്? അതും ഏതിലാണ് പെടുന്നത്? വാനം എന്ന് എഴുതിയാലും അതും നാമവിശേഷണമാണ്. അപ്പോ അതേപോലെ ഇവിടെയൊക്കെ വാക്കുകൾ മാറ്റിക്കഴിഞ്ഞാലും ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാൻ, ഒരു നാമത്തിനെ വിശേഷിപ്പിക്കാനാണോ നമ്മൾ ആ വാക്ക് ചേർത്തെന്നുണ്ടെങ്കിൽ അതൊക്കെ നാമവിശേഷണത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ചുവന്ന തെച്ചിനായാലും ഇത് എന്ത് തന്നെയാണ്? ഏതിലാണ് പെടുക? അങ്ങനെയാണ്. കാരണം എന്താണ്? നാമത്തിന്റെ ഒരു പ്രത്യേകതയെ, ഒരു ക്വാളിറ്റിയെ, ഒരു ഗുണത്തെയൊക്കെയാണ് അവിടെ എടുത്തു പറയുന്നത് നാമവിശേഷണത്തിൽ. അപ്പോ ഭേദകം അല്ലെങ്കിൽ വിശേഷണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെ, അതിന്റെയൊക്കെ ഒരു പ്രത്യേക ഗുണത്തെ എടുത്തു കാണിക്കാനാണ് ഉപയോഗിക്കുക. ചുരുക്കി പറഞ്ഞാൽ അതൊരു വിശേഷണമാണെങ്കിലും അതിന് വ്യാകരണത്തിൽ പറയുന്ന പേരാണ് ഭേദകം എന്നുള്ളത്. ക്ലിയർ ആണോ? ഉദാഹരണങ്ങൾ കറുത്ത വാനം, മഞ്ഞ തെച്ചി, വെളുത്ത പാല്, ചുവന്ന പൂവ്, അതൊക്കെയാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ. ഇനി രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞ ക്രിയാവിശേഷണം. ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒന്ന് ചെയ്യുക, ഡൂയിങ് സംതിങ് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിൽ വരുന്നതാണിത്. അപ്പോ വേഗത്തിലോടി. ഓടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിയയാണ്, അല്ലെ? ഒരു കാര്യം ചെയ്യുകയാണ്. ഓടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിയയാണ്. അപ്പൊ ഒരു ക്രിയയാണ്. അപ്പോ ആ ക്രിയ അതെങ്ങനെ ഓടി എന്ന് ചോദിക്കുമ്പോൾ വേഗത്തിൽ ഓടി, അതൊരു പ്രത്യേകതയാണ്. അപ്പോ ആ പ്രത്യേകത അല്ലെങ്കിൽ ആ ക്രിയയുടെ, ഓടി എന്നുള്ള ക്രിയ അതിന്റെ പ്രത്യേകതയോടെ കൂടി നമ്മൾ സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ വേഗത്തിൽ ഓടി എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രിയയെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ ഈ വാക്ക് ചേർത്തത്. ഏത് വാക്കാണ്? വേഗത്തിൽ. പറഞ്ഞു എന്നുള്ള ക്രിയയുടെ കൂടെ നമ്മൾ ചേർത്ത വാക്ക് പതുക്കെ പറഞ്ഞു. അപ്പോ എങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിച്ചത് ആണ്. ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്? പതുക്കെ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ വിശേഷിപ്പിച്ചു. അപ്പോഴാണ് അതിന് മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രത്യേക ഗുണം പോലെ നമ്മൾ എടുത്തെഴുതുന്നത്. ആണോ? ക്ലിയർ അല്ലേ? നന്നായി പാടി. പാടി എന്നുള്ള ക്രിയയെ കുറച്ചുകൂടെ വിശേഷിപ്പിച്ച് എഴുതുമ്പോഴാണ് നന്നായി പാടി എന്ന് പറയുന്നത്. അപ്പൊ പാടി എന്നുള്ള ക്രിയയ്ക്ക് കൊടുക്കുന്ന വിശേഷണമായിലാണ് ഏത് വാക്ക്? നന്നായി. ഉറക്കപ്പാടി. എങ്ങനെയാണ് പാടിയത്? അതിനെ വിശേഷിപ്പിച്ചതാണ് ഏത് വാക്കുകൊണ്ടാണ്? അപ്പൊ ക്രിയാവിശേഷണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ ഉണ്ടായിരിക്കും. ആ ക്രിയക്ക് തൊട്ട് മുന്നേ, ക്രിയ ഏതാണോ അതിന് തൊട്ട് മുന്നേ എങ്ങനെയാണത്, അല്ലെങ്കിൽ അത് മറ്റതിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കും അതിന്റെ എന്ത്? വിശേഷണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പിന്നെ മെല്ലെ കഥ പറഞ്ഞു. കഥ പറഞ്ഞു എന്നുള്ളത് ഇവിടെ എന്താണ്? അതിന്റെ ക്രിയയാണ്, അല്ലെ? ക്രിയയാണ്. അപ്പൊ എങ്ങനെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ കഥ പറയുന്നത് എങ്ങനെ മറ്റിൽ നിന്നും ഡിഫറെന്റ് ആവുന്നു എന്നുള്ളതിനാണ് നമ്മൾ മുന്നിൽ ഈ വാക്ക് ചേർത്തത്. ഏതായിരുന്നു?
മെല്ലെ കഥ പറഞ്ഞു. അപ്പോ ആ ക്രിയ, കഥ പറഞ്ഞു എന്നുള്ള ക്രിയേനെ അതിന്റെ ഒരു പ്രത്യേക ഗുണത്തെ വെച്ച് സൂചിപ്പിക്കുമ്പോഴാണ് ആ ക്രിയാവിശേഷണം അവിടെ വരുന്നത്. പിന്നെ പതുക്കെ നടന്നു എന്നുള്ളതാണ് ഇവിടെ ഏത് ക്രിയ. ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രത്യേക ഗുണം, അതിന്റെ സവിശേഷതയൊക്കെയാണ് ഏത് ഈ പതുക്കെ എന്നുള്ള വാക്ക് അല്ലെ. അതാണ് ക്രിയാവിശേഷണം. ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? ഭേദകത്തിലെ അല്ലെങ്കിൽ വിശേഷണത്തിലെ ആദ്യത്തേത് വിശേഷണം. അത് നാമത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗുണം. മഞ്ഞത്തെച്ചി, കറുത്ത വാനം, നീലവാനം, ചുവന്ന പൂവ് എന്നൊക്കെ പറയുന്ന പോലെ. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഒരു പ്രത്യേക ഗുണം. ക്ലിയർ ആണോ? വിശേഷണമാണ് മൂന്നാമത്തേത്. അപ്പോ ഓൾറെഡി അതിനൊരു വിശേഷണമുണ്ട്, അതിന് പുറമെ ഒന്നുകൂടെ അതിനെ വിശേഷിപ്പിക്കുമ്പോഴാണ് അത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇതില് തിളങ്ങുന്ന സ്വർണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ തിളങ്ങുന്ന എന്ന് പറയുന്നത് തന്നെ എന്തിന്റെ ക്വാളിറ്റിയാണ്? അതിന്റെ മുന്നിൽ നമ്മൾ ഒരു വാക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ നന്നായി തിളങ്ങുന്ന സ്വർണം. അപ്പൊ വിശേഷണം അതിനുണ്ട്, പോരാത്തതിന് അതിനെ ഒന്നും കൂടെ വിശേഷിപ്പിക്കുമ്പോഴാണ് നന്നായി തിളങ്ങുന്ന എന്നുള്ള ഈ നന്നായി എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോ നിലനിൽക്കുന്ന വിശേഷണത്തിന്റെ കൂടെ നമ്മൾ അതിനെ ഒരു വാക്ക് കൂടെ ചേർത്ത് ഒന്നുകൂടെ വിശേഷിപ്പിക്കുമ്പോഴാണ് വിശേഷണം ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ മിടുക്കിയായ കുട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മിടുക്കിയായ കുട്ടി എന്നുള്ളത് ആ കുട്ടിയുടെ വിശേഷണമാണ് ഇവിടുത്തെ ഏത് വാക്ക്? മിടുക്കിയായ വിശേഷണമായി. ഏറ്റവും മിടുക്കിയായ എന്ന് പറയുമ്പോൾ ഏറ്റവും എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ക്വാളിറ്റിയുടെ ഒരു മാനദണ്ഡം പോലെ നമ്മൾ എഴുതുന്നതാണ്. പിന്നെ വീണ്ടും മിടുക്കിയായ എന്ന് പറയുമ്പോൾ വിശേഷണത്തിന് പുറമെ ഒന്നുകൂടെ എന്ത് ചെയ്തു? വിശേഷിപ്പിച്ചു. ഏറ്റവും എന്ന് പറയുമ്പോ അല്ലെ. പിന്നെ ഏറ്റവും മനോഹരിയായവൾ. മനോഹരി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരാളുടെ വിശേഷണമാണ്. അപ്പോ എങ്ങനെയാണ് പിന്നെ ഒന്നും കൂടെ അതിനെ വിശേഷിപ്പിച്ചത്? ആ വിശേഷണത്തിന്റെ പുറമെ വിശേഷണം ഏറ്റവും എന്നുള്ള വാക്ക് ഉപയോഗിച്ചു അല്ലെ. പിന്നെ ഭംഗിയായി നൃത്തം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ തന്നെ നൃത്തം ചെയ്യുന്നതിന്റെ ക്വാളിറ്റി ഇവിടെ എഴുതി കഴിഞ്ഞു. എങ്ങനെയാണ്? ഭംഗിയായി അല്ലെ. അവിടെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഒരു വാക്കും കൂടെ ചേർത്തപ്പോൾ ആ വിശേഷണത്തിന് പുറമെ ഒരു വിശേഷണം കൂടെ ആഡ് ആവുമ്പോൾ ഏറ്റവും ഭംഗിയായി നൃത്തം ചെയ്യുന്നവൾ. അപ്പൊ വിശേഷണം എന്ന് പറഞ്ഞാൽ അതില് രണ്ട് വാക്കുകൾ എന്തുണ്ടാവും? വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണോ? നന്നായി തിളങ്ങുന്ന സ്വർണം, ഏറ്റവും മിടുക്കിയായ കുട്ടി, ഏറ്റവും മനോഹരിയായവൾ, ഏറ്റവും ഭംഗിയായി നൃത്തം ചെയ്യുന്നവൾ എന്നൊക്കെ പറയുമ്പോൾ നിലനിൽക്കുന്ന ഒരു ക്വാളിറ്റിക്ക് പുറമെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. മൂന്ന് വിശേഷണങ്ങളാണ് ഭേദകം അല്ലെങ്കിൽ വിശേഷണത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിന്റെ പ്രത്യേക ഗുണത്തെ വിശേഷിപ്പിക്കാനാണ് ഏത് വാക്കാണ്? അല്ലെങ്കിൽ എന്തിനാണ് ഭേദകം എന്ന് പറയുമ്പോൾ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ പ്രത്യേക ഗുണത്തെ വിശേഷിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഒരർത്ഥത്തിൽ ഭേദകം എന്നുള്ള വാക്കിന്റെ ഒരു വേറെ വാക്ക് തന്നെയാണ് ഏത്? വിശേഷണം എന്നുള്ളത്. അതിൽ 3 വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 3 വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞത് ഒന്നേതാണ്? നാമവിശേഷണം. നാമവിശേഷണം എന്ന് പറഞ്ഞാൽ നാമങ്ങളെ വിശേഷിപ്പിക്കാൻ എന്ന് നമുക്ക് പറയാം. ആ നാമങ്ങൾ ഏതകപ്പെടും? വ്യക്തികളാകാം, വസ്തുക്കളാകാം, സ്ഥലങ്ങളാകാം, സാധനങ്ങളാകാം. അങ്ങനെ അതിനെയാണ് നാമവിശേഷണം എന്ന് പറയുന്നത്. ആ നാമത്തിന്റെ ഒരു പ്രത്യേക ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഗുണം പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ പറഞ്ഞത് ക്രിയാവിശേഷണമാണ്. ക്രിയാവിശേഷണത്തില് ഒരു ക്രിയ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, ഉറക്കെ പാടി, നന്നായി നൃത്തം ചെയ്തു എന്നൊക്കെ പറയുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രിയ ഏത് രീതിയിൽ ചെയ്തു എന്ന് ക്രിയ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കും. പിന്നെ മൂന്നാമത് പറഞ്ഞത് വിശേഷണം. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഉപയോഗിച്ചിട്ടുണ്ടാവും. ഏറ്റവും മനോഹരിയായവൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു ഉദാഹരണം കണ്ടത്. അതേപോലെ ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്നവൾ, നന്നായി തിളങ്ങുന്ന സ്വർണം എന്നൊക്കെ പറയുമ്പോൾ 2 വിശേഷണങ്ങൾ എന്തുണ്ട്? ആ കാര്യത്തെ വിശേഷിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കും. ക്ലിയർ ആണോ? പിന്നെ ഭേദകങ്ങളെ അല്ലെങ്കിൽ വിശേഷണങ്ങളെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അതില് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ശുദ്ധഭേദകം എന്ന് പറയുന്ന ഒന്നാണ്.
അത് നമ്മൾ നാമത്തോട് ചേർത്താണ് എഴുതുക. നമുക്ക് ഉദാഹരണം നോക്കിയാൽ അറിയാം. പ്രത്യയമില്ലാതെ ആയിരിക്കും എഴുതുക. അതായത് ഇന്റെ ഉടെ എന്നുള്ള വാക്കുകളൊന്നും നമ്മൾ അതിന്റെ ഉള്ളിൽ ചേർക്കാതെ ഒറ്റ വാക്കായി എഴുതുന്ന വാക്കുകളെയാണ് ശുദ്ധഭേദകങ്ങൾ പെടുക. പക്ഷെ അതെന്തായിരിക്കും? വിശേഷണം പോലെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഉദാഹരണം നമുക്ക് നോക്കിയറിയാം. ചെറുപയർ. ഇത് എന്തിനാണ് സത്യത്തിൽ ഇതിനെ മുറിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ പയർ എന്നുള്ളതൊക്കെ നമുക്ക് പറയാമെങ്കിലും കൂട്ടിയാണ് നമ്മൾ എഴുതാറ്, അല്ലേ? അപ്പോ ഈ പയറിന്റെ ഒരു ക്വാളിറ്റി ആണോ ഈ ചെറുത് എന്നുള്ളത്? അതിന്റെ ഒരു ക്വാളിറ്റി അല്ലേ? അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ഗുണമല്ലേ? അതിന്റെ പ്രത്യേകതയാണ് ഏത്? ഈ ചെറുത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന മുന്നിലുള്ള വാക്ക് ആണോ? പക്ഷെ ഈ പയർ എന്നുള്ള വാക്കിനോട് ചേർത്ത്, പയർ എന്നുള്ള വാക്ക് ഇവിടെ നാമമാണ്. ആ നാമത്തോട് ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ അത് ഒറ്റ വാക്കാണ്. അതുകൊണ്ട് ഇത് ശുദ്ധഭേദകം എന്നുള്ള കാറ്റഗറിയിലാണ് പെടുക. പിന്നെ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം. ചെമ്മാനം. ചുവന്ന മാനത്തിനാണ് നമ്മൾ ചെമ്മാനം എന്ന് പറയുക. അപ്പോ ഇതിന് ഇടയിൽ വേറെ വാക്കുകളൊന്നും ചേർക്കാതെ ഇതിന്റെ കൂട്ടിച്ചേർത്താണ് എഴുതിയിട്ടുള്ളത്. അതാണ് ഇതിന്റെ മറ്റൊരു ഉദാഹരണം. പിന്നെ നമുക്ക് നോക്കി അറിയാം. ചീമുട്ട നമ്മൾ പറയാറുണ്ട്. എന്താണ്? ചീഞ്ഞ മുട്ട എന്നാണ് ഇതിന് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ വരിക. പക്ഷെ എന്താണ്? ഒറ്റ വാക്കായിട്ട് ആണ് ഇതിനെ എഴുതുന്നത്. ഈ മുട്ട എന്നതെല്ലാം നമ്മൾ കൊടുക്കുന്ന വിശേഷണമാണ്. ഈ പയർ പോലെ നമ്മൾ ഇതിന് കൊടുക്കുന്ന വിശേഷണമാണിത്. പക്ഷെ ഇത് എന്താണ്? ഇവിടെ ഒറ്റ വാക്കാണ്. വിശേഷണത്തിനെ നമുക്കിങ്ങനെ വേറിട്ട് കാണാൻ പറ്റില്ല. ക്ലിയർ ആണോ? നാമത്തോട് ചേർത്ത് തന്നെ എഴുതുന്നത് കൊണ്ട് അതൊരൊറ്റ വാക്കായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ വേറെ ഒരെണ്ണം നമുക്ക് നോക്കിയാൽ അറിയാം. ചെന്താമര. ചെന്താമര എന്ന് പറഞ്ഞാൽ ചുവന്ന താമര. അപ്പൊ ചുവന്ന താമര എന്ന് പറയുമ്പോൾ ചുവന്ന താമര എന്ന് വേറിട്ട് എഴുതാതെ ഈ താമരയ്ക്ക് കൊടുക്കണം, താമര എന്നുള്ള നാമത്തിന് കൊടുക്കണ വിശേഷണം ഒറ്റയ്ക്ക് ഒരു വാക്കായിട്ട് കൂട്ടി എഴുതുമ്പോൾ നാമത്തിനോട് ചേർത്ത് അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഭേദകത്തിന്റെ അല്ലെങ്കിൽ വിശേഷണത്തിന്റെ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ഏതായിരുന്നു? ശുദ്ധഭേദകത്തിലാണ് വരിക. പിന്നെ തിരുമുഖം. തിരുമുഖം, അതേപോലെ ചൂടുപാൽ. ചൂടുപാൽ എന്നൊക്കെ പറയുമ്പോ എന്താണ്? ചൂടുള്ള പാലിനാണ് ശരിക്കും ഇതിന് വേണ്ടത്. പക്ഷെ ഇതെന്താണ്? ഇത് ഈ പാൽ എന്നുള്ള നാമത്തിനോട് ചേർത്തിട്ട് പാൽ എങ്ങനെയുള്ളതാണ്? പാലിന്റെ ക്വാളിറ്റി ആണ് ഇവിടെ ചൂട് എന്നുള്ളത്, അല്ലേ? അപ്പൊ നമ്മൾ ആ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രത്യേക ഗുണത്തെ വേർതിരിച്ചെഴുതാതെ അതിനോട് ചേർത്ത് ഒരൊറ്റ വാക്കായിട്ട്, ആ നാമത്തിനോട് ചേർത്ത് ഒറ്റ വാക്കായിട്ടാണ് എഴുതുന്നത്. ഇപ്പൊ തിരുമുഖം എന്ന് പറയുന്ന അത് തന്നെ എന്താണ്? ഈ മുഖത്തിനോട് ചേർത്ത്, മുഖം എന്നുള്ള നാമം എങ്ങനെയുള്ള മുഖം അല്ലെങ്കിൽ അതിന്റെ ആ ക്വാളിറ്റി അതിന്റെ കൂടെ ചേർത്ത് എഴുതുമ്പോൾ ഇതെന്താണ്? ഈ തിരുമുഖം, ഈ ചെന്താമര, ചൂടുപാൽ, ചെറുപയർ, ചെമ്മാനം, ചീമുട്ട എന്നുള്ളതൊക്കെ ഇതിനെ നമുക്ക് കാണുമ്പോൾ എന്താണ്? ഒറ്റ വാക്കായിട്ടാണ് തോന്നുക. കാരണം നമ്മൾ നാമത്തോട് ചേർത്താണ് ഇതിനെ എഴുതുന്നത്. രണ്ടാമത് വരുന്ന വാക്കായിരിക്കും അതിലെ നാമം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് നമ്മൾ പിരിച്ചെഴുതുമ്പോ രണ്ടാമത് വരുന്ന വാക്കായിരിക്കും നാമം. പക്ഷെ എന്താണ്? ഒറ്റ വാക്കായിട്ടാണ് നമുക്ക് തോന്നുക. കൂടി ചേർന്ന് എഴുതുമ്പോൾ ഒറ്റ വാക്കായി തോന്നും. അത് ശുദ്ധഭേദകത്തിലാണ് വരിക. ക്ലിയർ അല്ലേ? പിന്നെ രണ്ടാമത്തെ ഭേദകം എന്ന് പറയുന്നത് സാർവനാമിക ഭേദകമാണ്. സർവനാമം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അല്ലേ? നാമത്തിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോ ഈ മലയാളത്തിലാണെങ്കിൽ നമ്മൾ അയാൾ, അവൾ, അവൻ, ഒരാളുടെ പേര് ആദ്യം നമ്മൾ പരാമർശിച്ചാൽ പിന്നെ അയാളെ കുറിച്ച് തന്നെ പറയുമ്പോൾ അയാൾ എന്ന് പറയാറുണ്ട്. അവൾ, അവൻ, അദ്ദേഹം, അയാളുടെ എന്നൊക്കെ പറയുന്ന അതിനെ നമ്മൾ സൂചിപ്പിക്കാനാണ് സർവനാമങ്ങൾ ഉപയോഗിക്കുക. ആ സർവനാമങ്ങളാണ് ഇവിടെ വിശേഷണമായിട്ട് വരിക. അല്ലെങ്കിൽ സർവനാമങ്ങളെയാണ് വിശേഷിപ്പിക്കുക. അവരുടെ ക്വാളിറ്റിയാണ് പറയുക. വണ്ടി എന്നുള്ളതാണ് എന്ത്? ഇവിടെ നാമം, അല്ലെ? ക്ലിയർ ആണോ? അതിന്റെ മുൻപ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്തായിരിക്കും? ഒരു സർവനാമമായിരിക്കും. ക്ലിയർ ആണോ? അയാളുടെ വണ്ടി. കണ്ടു. കണ്ടു എന്നുള്ളത് ഇവിടെ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ക്രിയയാണ്. അപ്പോ അത് കണ്ടു എന്ന് പറയുന്നത് അത് എന്നുള്ള വാക്ക് സർവനാമത്തിലാണ് പെടുക. അതേപോലെ അവന്റെ പുസ്തകം. പുസ്തകം എന്നുള്ള നാമം അവന്റെ എന്ന് പറയുമ്പോൾ അതെന്താണ്? സർവനാമമായിട്ടാണ് വരിക. അതേപോലെ കഥ. കഥ എന്ന് പറയുന്ന നാമം അയാളുടെ കഥ എന്ന് പറയുമ്പോൾ അയാൾ എന്നുള്ളത് ഏതാണ്? മലയാളത്തിലെ സർവനാമങ്ങളിൽ ഒന്നാണ്. ക്ലിയർ ആണോ?
അപ്പൊ എന്റെ എന്നുള്ള വാക്ക് വെച്ച് എഴുതാത്ത എല്ലാതും എന്ന് നമുക്ക് ഒരു കണക്കിന് പറയാം. കാരണം അയാള്, അവൻ, അവൾ, അദ്ദേഹം, അയാളുടെ, അവളുടെ, അദ്ദേഹത്തിന്റെ എന്നൊക്കെ പറയുന്നത് മലയാളത്തിലെ സർവനാമമാണ്. അപ്പൊ അങ്ങനെ വെച്ച് സൂചിപ്പിക്കുന്ന എന്ത് കാര്യവും അല്ലെങ്കിൽ അങ്ങനെ വെച്ച് വിശേഷിപ്പിക്കുന്ന എന്തിനേയും സർവനാമിക ഭേദകം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ആദ്യം കണ്ടത് ശുദ്ധഭേദകമാണ്. അതിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. നാമത്തിന്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് എഴുതുകയാണ് ചെയ്യുക. ഇതില് ഒരു നാമത്തിനെ വിശേഷിപ്പിക്കുമ്പോൾ നാമത്തിന്റെ മുന്നില് ഉണ്ടാവുക സർവനാമങ്ങളായിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി സാഖ്യം എന്ന് പറയുന്ന ഒരു ഭേദമാണ്. ഇത് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ്. കാരണം സാഖ്യം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, സംഖ്യകളായിരിക്കും അതിന്റെ വാക്കുകളിൽ, നാമങ്ങളിൽ കൂടുതലുണ്ടാവും. അപ്പൊ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം. അറുമുഖൻ, പഞ്ചലോഹം, എട്ടുകാലി, സപ്തഭുജം, ഇരുമുഖം, തൃപ്പാദം. ഇത് സാധാരണ സമാസത്തിൽ നമ്മൾ പറഞ്ഞപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഷഡ്ഭുജൻ, അതുപോലെ പഞ്ചമുഖി, അങ്ങനെ കുറച്ച് വാക്കുകൾ എന്നൊക്കെ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ സമാസമായിട്ട് ചിലപ്പോൾ കാണാം. നമ്മൾക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ സമാസമുണ്ട് എന്നുണ്ടെങ്കിൽ സമാസമാണ് എഴുതേണ്ടത്. സമാസം ഇല്ല, ഈ ഭേദകാണെന്നുണ്ടെങ്കിൽ ഇത് ഭേദകത്തിലും ഈ ഉത്തരം വരാം. ക്ലിയർ അല്ലേ? സമാസമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അതേപോലെ ഭേദകം എന്നുള്ള കാറ്റഗറിയിലും വരുന്നതായതുകൊണ്ട് ഓപ്ഷനുകളിൽ രണ്ടും സാധാരണയായിട്ട് കാണാറില്ല. അപ്പൊ സാഖ്യം എന്നുള്ള ഭേദകത്തിൽ വരുന്നത് സംഖ്യകൾ വെച്ചിട്ട് ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുമ്പോൾ, തൃപ്പാദം എന്ന് പറയുമ്പോൾ അതിൽ 3 എന്നുള്ള അക്കമുണ്ട്. ഇരുമുഖം 2, സപ്തഭുജം എന്ന് പറയുമ്പോൾ സപ്തം എത്രയായിരുന്നു? 7. 8 8, പഞ്ചലോഹം 5 ലോഹം, അറുമുഖൻ 6 മുഖം. അപ്പൊ സംഖ്യകളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ സംഖ്യകളുടെ പേരുകള് അത് 8 എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ പഞ്ചലോഹം, പഞ്ചസപ്ത അങ്ങനെ ആവാം, ഇരുമുഖം, ഒരു മുഖം അങ്ങനെ ആവാം. അപ്പൊ ഏത് രീതിയിലും ഒരു സംഖ്യയാണ് വിശേഷണമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഭേദകത്തിലെ സാഖ്യത്തിലാണ് പെടുക. ക്ലിയർ ആയോ? സാഖ്യ രൂപത്തില് സാധാരണ സമാസം വരാറുണ്ട്. പിന്നെ വരുന്നത് ഭേദകങ്ങളാണ്. പിന്നെ അടുത്ത ഭേദകം വരുന്നത് പരിമാണികം എന്ന് പറയുന്ന ഭേദകമാണ്. ഇതൊരളവിനെ, അതിന്റെ ക്വാണ്ടിറ്റിയാണ് സാധാരണയായിട്ട് സൂചിപ്പിക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ അറിയാം. നാഴി അരി, അത് എത്ര അരി ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? നാഴി എന്നുള്ളത് അവിടെ ഒരു അളവാണ്, അല്ലേ? പുരിപ്പാൽ, പുരി എന്നുള്ളത് എന്താണ്? അതും ഒരളവാണ്. ഒരു മുറം അരി, എത്ര അരിയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുറം, അതിന്റെ അളവാണ്. അതേപോലെ ഒരു പറ നെല്ല്, പറ കണക്കെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരളവാണ്, അല്ലേ? പിന്നെ ഒരു പിടി ചോറ്, അതേപോലെ 1/4 ഗ്ലാസ് എണ്ണ, ഒരു കുപ്പി വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് എന്തുണ്ട്? ഒരളവിനെ അത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും പൗരിപ്പാൽ, ഒരു പറ നെല്ല്, ഒരു പിടി ചോറൊക്കെ ആയാലും എന്തുണ്ട്? അതിലൊരു അളവുണ്ട്. അപ്പൊ അളവുകളെ സൂചിപ്പിക്കുന്നത് പരിമാണികമാണ്. എന്നാൽ സംഖ്യ വരുമ്പോൾ സാഖ്യഭേദകത്തിലാണ് വരിക. ഇത്തരത്തിൽ അളവും സംഖ്യയും നമുക്ക് തെറ്റിപ്പോകുമ്പോ, പക്ഷെ അക്കത്തിനെ കറക്റ്റായിട്ട് ഏത് രീതിയിലായാലും, സപ്തം പഞ്ചം അങ്ങനെ ആയിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ 8 കാലി ഇരുമുഖം അങ്ങനെ ആയിക്കഴിഞ്ഞാലും, അങ്ങനെ സൂചിപ്പിക്കുന്നതൊക്കെ സാഖ്യത്തിലും, ഒരു അളവിനെ നാഴി, ഉരി, പറ, അതേപോലെ 1/4 മുക്കാൽ എന്നൊക്കെ പറയുന്നത് പരിമാണികത്തിലുമാണ് വരിക. ക്ലിയർ ആയോ? ഇനി ഇതിൽ വരുന്നത് വിഭാവകം എന്നുള്ള ഭേദകമാണ്. വിഭാവകം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. വിഭാവകം എന്ന് വരുന്നത് ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഒരു ഗുണത്തെ എടുത്തു കാണിക്കുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പലതും പോലെ തോന്നുമെങ്കിലും ഇത് പ്രത്യേകിച്ച് ഒരു വസ്തുവിന്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ തോന്നും. പക്ഷെ ഇതിലും വരുന്നത് ഒരു വ്യക്തിയുടെ, ഒരു വസ്തുവിന്റെ ഒക്കെ സ്വഭാവത്തിനെയും ഗുണത്തിനെയും ഒക്കെയാണ് കാണിക്കുക. സാധാരണ ഒരു വസ്തുവിനെയാണ് ഇവിടെ, ഒരു വ്യക്തിയുള്ളതിൽ അപ്പുറത്തേക്ക് ഒരു വസ്തുവിന്റെ സ്വഭാവത്തിനെയും ക്വാളിറ്റിയൊക്കെയാണ് കാണിക്കാറ്. അപ്പൊ അഴകുള്ള പൂവ്, മധുരമുള്ള മാങ്ങ, രുചിയുള്ള കറി, തണുത്ത കാറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിൽ പെടും. പിന്നെ വരുന്നത് ചേർന്ന് പ്രത്യേകമായിട്ട് വരുന്നത്. അപ്പൊ ലളിതമായി സംസാരിച്ചു, മധുരം
അപ്പൊ വിഭാഗത്തിൽ വരുന്ന ചുടുപാല് അപ്പൊ ഒരു വസ്തുവിനാണ്. ഇല്ല ഇല്ല, അത് നമ്മൾ പറഞ്ഞില്ലേ സാധാരണയായിട്ട് എന്തുണ്ടാവും. ഇപ്പൊ ഇതില് പഴകുള്ള, ഉള്ള എന്ന് വന്നു, മധുരമുള്ള, രുചിയുള്ള. മറ്റവിടത്തെ എന്തില്ല, ഒരൊറ്റ ചൂടുള്ള വാക്കായിട്ടാണ്. പാലെന്ന് പറഞ്ഞാണല്ലേ ഒറ്റ വാക്കാണ്, ശുദ്ധഭേദകത്തിലാണ് അത് വരിക. നമുക്ക് വേറെ എഴുതാൻ മിസ്സേ, ആ ചൂടുള്ള പാലെന്ന് പറയുകയാണെങ്കിൽ അത് അത് വരും, അത് വരും, അത് വരും. നാമത്തിന്റെ ഒപ്പം അങ്ങോട്ട് എഴുതുന്ന കാരണം അത് അപ്പൊ ശുദ്ധഭേദകത്തിലാണ്. മിസ്സേ അപ്പൊ അത് നാമവിശേഷണത്തില് വരുമായിരിക്കില്ലേ, ചൂടുള്ള പാല്? വരും വരും. അപ്പൊ ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് അതിന്റെ ആ പാലിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറയാമെങ്കിലും ഈ ഉള്ള, ആയി എന്നുള്ള രണ്ട് ടേം വരുമ്പോഴാണ് വിഭാഗത്തിൽ അതിന് സാധാരണ ഉൾപ്പെടുത്തുക. പക്ഷെ നമുക്ക് വേർതിരിക്കാൻ പറ്റാത്തത് നമ്മള് ഇപ്പൊ ചുടുപാലിന് ഒരുമിച്ചാണ് എഴുതുന്നതെങ്കിൽ ശുദ്ധഭേദകത്തിലാണ് വരിക. ഓപ്ഷനിൽ നിങ്ങൾക്ക് ചൂടുള്ള പാലിനും ചൂടുപാൽ എന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് ശുദ്ധഭേദകവും ഒന്ന് വിഭാഗത്തിലുമാണ് വരിക. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പോ ഇതിലിപ്പോ ഇതിലെഴുതിയ കൂടുതൽ ഓപ്ഷനുകളിലും ഉള്ള വിഭാഗത്തിൽ വരും. പിന്നെ വരുന്നത് നാമാങ്കജം എന്ന് പറയുന്ന ഒന്നാണ്. അത് അതേപോലെ അമ്മ എന്നുള്ള നാമം, മുടി എന്നുള്ള നാമം, പൂവ് എന്നുള്ള നാമം എന്നൊക്കെ പറയുന്നത് അതിന്റെ മുന്നിൽ വരുന്ന അതിന്റെ ഒരു ക്വാളിറ്റിയെ തന്നെ, ആ നാമത്തിന്റെ, ഈ വടി എന്നുള്ള നാമത്തിന്റെ, അമ്മ എന്നുള്ള നാമത്തിന്റെ അല്ലെങ്കിൽ മുടി എന്നുള്ളതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയെ പറയാൻ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാക്കുകളേക്കാൾ ഇവിടെ ഞാൻ ഇത് എഴുതി മങ്ങിയ വെളിച്ചം. ഇവിടെ ഞാൻ ഈ യാ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഏതായിരുന്നു, ഇവിടെ ലളിതമായ വരുമ്പോ മങ്ങിയ വെളിച്ചം എന്ന് പറയുന്ന ആ ഇതിൽ മങ്ങിയ മങ്ങിയ എന്നുള്ള വാക്കിന് അതിൽ യാ എന്നുള്ള ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ, അതിന് പ്രാധാന്യം നാമാങ്കജത്തിൽ കൂടുതലുണ്ട്. ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഇപ്പൊ വളഞ്ഞ വടി, ഈ വടി എന്നുള്ളതിന്റെ നാമത്തിന്റെ പ്രത്യേകത തന്നെയാണ് ഭേദകമാണ്, നാമാങ്കജം എന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. മങ്ങിയ വെളിച്ചം, ഇപ്പോ അരണ്ട വെളിച്ചം എന്നൊക്കെ പറയുന്ന ആ മങ്ങിയ എന്നുള്ള ആ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ സൂചിപ്പിച്ച ലളിതമായി എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ പ്രത്യേകിച്ചും ഇതിൽ നോട്ട് ചെയ്യാനുള്ളത് നാമത്തിന് കീഴടങ്ങി സ്പെസിഫൈ ചെയ്യാനാണ് നാമാങ്കജം ഉപയോഗിക്കുക. അപ്പോൾ ഈ മുടി എന്നുള്ളതിന്റെ സ്വഭാവത്തിനെ സ്പെസിഫൈ ചെയ്യാനാണ് ഇവിടെ നീണ്ട മുടി അല്ലെങ്കിൽ പൂവ്. എങ്ങനത്തെ പൂവാണ്? വിടർന്ന പൂവ്. അമ്മ, അതിനെ സ്പെസിഫൈ ചെയ്യാനാണ് പെറ്റമ്മ എന്നുള്ള വാക്ക് നമ്മൾ എഴുതുന്നത്. പിന്നെ വരുന്നത് ഇത്തരത്തിലുള്ള വാക്കുകളാണ്. ക്ലിയർ ആണോ? ഇതും നമ്മൾ ഒന്നുകൂടെ ഉറക്കെ പാടി മെല്ലെ പറഞ്ഞു. അത് ആ ക്രിയ അതെങ്ങനെ അല്ലെങ്കിൽ ആ ക്രിയയുടെ സ്വഭാവത്തെ, ഗുണത്തെ കാണിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുക. അതേപോലെ പാടി, ഉറക്കെ പാടി ആ ക്രിയയുടെ പ്രത്യേക ഗുണം അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവം. അതിന് ഭേദകം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേക ഗുണത്തെ എടുത്തു കാണിക്കാൻ ഉപയോഗിച്ച വാക്കാണ് വേഗത്തിൽ ചാടി എന്നുള്ളതിൽ ഏത് വാക്ക്? വേഗത്തിൽ. വേഗത്തിൽ. അതേപോലെ പറഞ്ഞു, മെല്ലെ എന്നുള്ള വാക്കാണ് ഇവിടുത്തെ ഭേദകം അല്ലേ? സർവനാമങ്ങളെ കുറിച്ച് പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർവനാമികം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവനാമം വിശേഷണമായിട്ട് വരും. അപ്പം അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് സാർവനാമിക. സാർവനാമികത്തില് ആ സ്ഥലം, അയാൾ, അവളുടെ വീട്. അല്ല, ഞാനിത് സ്ലൈഡ് അറിയാതെ ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്താണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്.
ഇത് നോക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. വായിച്ചു നോക്കി നിങ്ങള്, നേരത്തെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതും അതിൽ വരുന്ന ഓപ്ഷനുകളാണ്. ചെയ്തതിൽ തെറ്റുന്നുണ്ടെങ്കിൽ അതാണ് അത് പറഞ്ഞിട്ട് നോക്കാം. ഭേദകം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷണമാണെന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെയോ പ്രത്യേക ഗുണത്തെ സൂചിപ്പിക്കാൻ. ഒരു പ്രത്യേക ഗുണത്തെ വിശേഷിപ്പിക്കാനാണ് നോക്കുന്നത്. അതിന്റെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് നാമവിശേഷണം, രണ്ടാമത്തേത് വിശേഷണം. അപ്പൊ വിശേഷണത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു വിശേഷണത്തെ ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതായത് ഓൾറെഡി അത് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതിനൊന്നുകൂടെ അതിന്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി വിശേഷിപ്പിച്ച് പറയുന്നതിനെയാണ് വിശേഷണം. പിന്നെ ക്രിയാവിശേഷണം എന്തായിരുന്നു? വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാം. പതുക്കെ പറഞ്ഞു, ഉറക്കെ പാടി, നന്നായി പാടി എന്നൊക്കെ പറയുന്നു. നാമവിശേഷണത്തിൽ എന്താ പ്രത്യേകത പറഞ്ഞത്? മൂന്ന് തരങ്ങൾ വീണ്ടും ഉണ്ട് എന്ന് പറഞ്ഞു. നാമത്തെ വിശേഷിപ്പിക്കുന്ന നാമവിശേഷണത്തിൽ ചുവന്ന പൂവ്, വെളുത്ത പാല്, കറുത്ത കാറ്, മഞ്ഞ തെച്ചി. അപ്പൊ നാമത്തിന്റെ ഒരു ക്വാളിറ്റിക്ക്, ഏതെങ്കിലും ഒരു ക്വാളിറ്റിക്ക് ആയിരിക്കും അവിടെ പ്രാധാന്യം. വാനം എന്നുള്ള നാമത്തിന്റെ മുന്നിൽ കറുത്ത വാനം എന്നുള്ള പോലെ, തെച്ചിയുടെ മുന്നിൽ മഞ്ഞ എന്നുള്ളത് പോലെ, പാലിന്റെ മുന്നിൽ വെളുത്ത എന്ന് എഴുതിയ പോലെ, പൂവ് എന്ന് എഴുതുമ്പോ പൂവിന്റെ വിശേഷണമായിട്ട് നാമത്തിനെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ക്രിയാവിശേഷണമാണ് പറഞ്ഞത്. വേഗത്തിലോടി, പതുക്കെ പറഞ്ഞു, മെല്ലെ കഥ പറഞ്ഞു, പതുക്കെ നടന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ. ഇതല്ല സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭേദകങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് സാധാരണ. ഇതതിന്റെ ബേസിക് ആണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വിശേഷണം തൊട്ട് ഇങ്ങോട്ട് വിശേഷണത്തിന് വീണ്ടും വിശേഷിപ്പിക്കുമ്പോൾ വിശേഷണം ഉപയോഗിക്കും. തിളങ്ങുന്ന സ്വർണ്ണ നിലനെ വീണ്ടും നന്നായി തിളങ്ങുന്ന എന്ന് പറയുമ്പോൾ മിടുക്കിയായ കുട്ടി നിലയെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? അതുപോലെ മനോഹരിയായവൾ എന്നുള്ളത് തന്നെ വിശേഷണമാണ്. ഏറ്റവും മനോഹരി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുകൂടെ വിശേഷണമായി. പിന്നെ ഭംഗിയായി നൃത്തം ചെയ്യുന്നവൾ എന്നതാണ് നമ്മൾ ഏറ്റവും ഭംഗിയായി നൃത്തം ചെയ്യുന്നവൾ എന്ന് എഴുതി അല്ലേ. പിന്നീട് ഭേദകങ്ങളെ നമ്മൾ വീണ്ടും തരംതിരിച്ചു. അപ്പൊ ശുദ്ധഭേദകം അതിൽ ആദ്യം വന്നു. നാമത്തോട് ചേർത്താണ് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു. പ്രത്യയം ഉണ്ടാവില്ല. അതായത് ഉള്ള, ഉണ്ടേ, ഉടേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചെറുപയർ, ചെറിയ പയറൊന്നും നമ്മൾ തിരിച്ചെഴുതാതെ അതിനെ നാമമാണ് ഇതൊറ്റ വാക്കായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഇത് ശുദ്ധഭേദകത്തിൽ വരുന്നത്. വേറെ വേർതിരിവൊന്നുമില്ല. അതൊരൊറ്റ വാക്കായിട്ട് ആ നാമത്തിനോട് ചേർന്ന വിശേഷണം വന്നു. അതൊരൊറ്റ വാക്കായി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ചെമ്മാനം, ചീമുട്ട, ചെന്താമര, രണ്ടാമത്തേത് സാർവനാമികം. അയാൾ, അയാളുടെ വണ്ടി, അത് കണ്ടു, അവന്റെ പുസ്തകം, ആ കഥ, അയാളുടെ സ്ഥലം, അവളുടെ കവിത ഒക്കെ എന്താണ്? സർവനാമികം. സർവനാമായിരിക്കും അവിടെ എന്ത്? വിശേഷണം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതായത് നാമത്തിന്റെ അതായത് പുസ്തകം എന്നുള്ള നാമത്തിന്റെ മുന്നേ ഒരു സർവനാമായിരിക്കും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു നമ്മൾ എന്താണ് പറയുന്നത് അതിന്റെ മുന്നേ അല്ലെങ്കിൽ ആ സെന്റൻസിൽ എന്തുണ്ടായിരിക്കും? സർവനാമമായിരിക്കും മുന്നിലുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ത് വളരെ എളുപ്പമാണ്. സംഖ്യം സമാസമായിട്ട് നിൽക്കാറുണ്ടെന്ന് പറഞ്ഞു. ഒരു സംഖ്യയെ സ്പെസിഫൈ ചെയ്ത് അവിടെ പറഞ്ഞിട്ടായിരിക്കും. പഞ്ചലോഹം, എട്ടുകാലി, തൃപ്പാദം, ഇരുമുഖം, സപ്തഭുജം, ആറുമുഖൻ ഒക്കെ ഇതിലാണ് പെടുക. സമാസമായിട്ട് നിൽക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമാസം പറഞ്ഞപ്പോൾ സംഖ്യകൾ വെച്ച് സംഖ്യയല്ല, പക്ഷെ അതിൽ എന്തുണ്ട്? ഒരു അളവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പറ നെല്ല്, ഒരു പിടി ചോറ്,
1/4 ഗ്ലാസ് എണ്ണ, 1 കുപ്പി വെള്ളം, നാഴി അരി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരളവിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇല്ലേ? അതെ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പക്ഷെ അതെന്തല്ല, സംഖ്യ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല. പരിമാണികത്തിൽ സംഖ്യ അല്ല, അളവാണ്. സാങ്ക്യത്തിലാണ് സംഖ്യ. പിന്നെ വിഭാവകത്തില് ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ, വ്യക്തിയായിരിക്കില്ല സാധാരണ, ആയി എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് സാധാരണ സൂചിപ്പിക്കുക. ആയി എന്നുള്ള ഒരു പ്രത്യയം പോലെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുക. അഴകുള്ള പൂവ്, മധുരമുള്ള മാങ്ങ, അങ്ങനത്തെ വാക്കുകളും വിഭാവകത്തിൽ ഉൾപ്പെടാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഇങ്ങനത്തെ സെന്റൻസുകളാണ് നമ്മൾ കാണാറുള്ളത്. പിന്നെ നാമാങ്കജമാണ്. നാമത്തിന് കീഴടങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു നാമത്തിന്റെ ക്വാളിറ്റിയെ തന്നെ പറയുന്ന. ഇത് ഏകദേശം മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ നാമാങ്കജല്ലേ പേരച്ചത്തെ ഭേദകമായിട്ട് ഉപയോഗിക്കുന്നത്? അതെ അതെ അതന്നെ. അത് തന്നെയാണ് അതിന്റെ ശരിക്കും ഡെഫിനേഷൻ. അതാണ്. അതായത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ക്രിയാങ്കജം നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്രിയ, ആ ക്രിയ എങ്ങനെയാണ് എന്നുള്ള ക്രിയയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്രിയയുടെ പ്രത്യേക ഗുണം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞു. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ശുദ്ധഭേദകത്തിന് ഒരു ചേർത്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലെ? പിന്നെ അവരുടെ വീട് എന്നുള്ളത് ഏതിന് ഉദാഹരണമാണ്? കാരണം സർവനാമാണ് അവരുടെ എന്നുള്ള വാക്ക്, അതുകൊണ്ട്. പിന്നെ അടുത്ത ചോദ്യം, തൃപ്പാദം ഏത് ഭേദകമാണ്? തൃപ്പാദം ഇനി ഉറക്ക വായിച്ചു എന്നുള്ളത് ഏത് ഭേദകമാണ്? എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിയയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. വായിച്ചു എന്നുള്ള ക്രിയ, അതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത, അതാണ് ഉറക്കെ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ചെമ്മാനം എന്നുള്ള വാക്ക് ഏതിന് ഉദാഹരണമാണ്? ഏത് ഭേദകത്തിനാണ്? ശുദ്ധഭേദകമാണ്. പഞ്ചലോഹങ്ങൾ പ്രദർശിപ്പിച്ചു. ഏത് ഭേദകമാണിത്? പിന്നെ അവൾ ചൂടുപാൽ കുടിച്ചു. ഇവിടുത്തെ ഭേദകം വരുന്ന വാക്ക് വിശേഷണ, വിശേഷണത്തിന് ഉദാഹരണമാണ്. ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ചെമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ശുദ്ധഭേദമാണ്. പിന്നെ ഇരുമുഖങ്ങളും വ്യക്തമായിരുന്നു എന്ന് പറയുമ്പോൾ സാഖ്യഭേദത്തിലാണ് വരുന്നത്. ക്ലിയർ ആണോ ഇപ്പൊ എടുത്തതെന്ന്? അപ്പോ ഭേദകങ്ങളെ വേർതിരിച്ച് നമ്മൾ നാമത്തിന്റെ കൂടെ വേർതിരിച്ച് എഴുതാതെ നാമത്തിന്റെ കൂടെ തന്നെ എഴുതുന്നതാണ് ഏത്? ശുദ്ധഭേദകം. ശുദ്ധഭേദകം എന്ന് പറഞ്ഞു. പിന്നെ ക്രിയാങ്കജം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയെ സൂചിപ്പിക്കും, ക്രിയയുടെ ഗുണത്തെ സൂചിപ്പിക്കുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സർവനാമങ്ങൾ വരുന്ന ഭേദകം അയാൾ, അവൻ, അവന്റെ, അയാളുടെ, അദ്ദേഹത്തിന്റെ, അവളുടെ പാട്ട്, അയാളുടെ കഥ എന്നൊക്കെ പറയുന്നത് ഏതാണ്? സാർവനാമിക ഭേദകത്തിലാണ് വരിക. ആദ്യത്തെ കാറ്റഗറിയാണ് നാമവിശേഷണവും ക്രിയാവിശേഷണവും വിശേഷണ വിശേഷണം. വിശേഷണ വിശേഷണത്തിൽ എന്താണ്? 2 തരത്തിൽ അല്ലെങ്കിൽ 2 തവണയൊക്കെ ഒരു കാര്യത്തെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടാവും. നന്നായി തിളങ്ങുന്ന സ്വർണം, ഏറ്റവും മനോഹരിയായ പെൺകുട്ടി എന്നൊക്കെ പറയുന്നത് വിശേഷണ വിശേഷണത്തിന്റെ ഉദാഹരണമാണ്. ക്ലിയർ അല്ലേ?
വിശേഷണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വസ്തുവിന്റെ പ്രത്യേക ഗുണം എന്ന് പറഞ്ഞു. നാമവിശേഷണം നാമത്തെ വിശേഷിപ്പിക്കാനാണ്. കറുത്ത വാനം, വെളുത്ത പാല്, ചുവന്ന പൂവ് എന്നൊക്കെ പറഞ്ഞു നമ്മള്. പിന്നെ ശുദ്ധവേദകം, ചെമ്മാനം ഉദാഹരണമാണ്. തിരുമുഖം, ചെന്താമര. സാഖ്യത്തിലാണ് പഞ്ചലോഹം, എട്ടുകാലി, സപ്തഭുജം എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ എടുത്ത് കാണിക്കുന്നതാണ് വിഭാവകം എന്ന് പറഞ്ഞു. ക്രിയാങ്കജം നമ്മൾ പറഞ്ഞു. ചോദ്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ഞാൻ ഈ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള എടുക്കാം. ക്ലിയർ അല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു.